ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്റ്റേക്കേഷൻ പോവാണ്. ാണ് വ്ലോഗ് കാണാൻ മറക്കണ്ട. വീഡിയോ ഫുള്ളായിട്ട് കാണണം. താങ്ക്സ് ഫോർ. നമ്മളിപ്പോൾ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കുമ്പോൾ 7 മണിയായി. എല്ലാവരും എത്തിയപ്പം ആദ്യമൊന്നും ആരും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായില്ല ഫാമിലി ട്രിപ്പ്. പിന്നെ കുറേ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നല്ലൊരു, കാരണം വൺസ് ഇൻ എ ഇയർ എല്ലാവരും ഒരു ട്രിപ്പ് പോകണം എന്നുള്ളൊരു ഇത് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനൊന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പം എല്ലാവരും ഇൻട്രസ്റ്റഡായി അവസാനം. അപ്പം നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പം എല്ലാവരും ഫുൾ കാണണം വീഡിയോ. അപ്പം ചുരം കയറുന്ന സമയത്ത് നമ്മൾ ഡാൻസ് ആയിരുന്നു, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഛർദ്ദിച്ച് സൈഡാവുമെന്ന് വിചാരിച്ചിട്ട് ഫുൾ ഡാൻസും കാര്യങ്ങളെല്ലായിരുന്നു. കസിൻസ് എല്ലാം ഉണ്ടായിരുന്നു. മിറയൊക്കെ നല്ല അടിപൊളി എൻജോയ് ചെയ്യുന്നുണ്ട്. ട്രിപ്പ് നല്ല മിറായ നല്ല സ്വന്തമായിട്ട് അവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ട്. മിറായും മിലാനും റൂഹി ശൗര്യ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്, പക്ഷേ വയനാട് ഇത്രയും അടുത്തായിട്ട് വയനാട് ഇതുവരെ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വയനാട് തന്നെ ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ആദ്യം പോയത് ബാനാസുര ഡാമിലാണ്. ബാനാസുര ഡാം നല്ല കത്തിപ്പൊരിയുന്ന വെയിലാണ് ആ സമയത്ത്. അപ്പോൾ നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നടന്ന് അങ്ങനെ പോയിട്ട് വേണം മേലെ എത്താൻ വേണ്ടിയിട്ട്, സ്റ്റെപ്പും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ആ ഫെൻസിൻ്റെ ഇടയിൽ കൈ ഇതായിട്ട് മിറായിൻ്റെ കൈ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോരയൊക്കെ വന്ന് അങ്ങനെ കുറച്ച് സീനായി. അപ്പോൾ അതൊക്കെ പിന്നെ അവൾ മറന്നു, എൻജോയ് ചെയ്തു. കുറേ നടന്ന് കാണാൻ മാത്രമുണ്ട് ബാനാസുര ഡാം. പിന്നെ കുറച്ചും കൂടി റൈറ്റ് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ നല്ല കുറേ ഊഞ്ഞാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആടാൻ പറ്റും. പിന്നെ താഴേന്ന് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബസ് ഉണ്ടാവും. അപ്പോൾ അതിന് ഒരാൾക്ക് 30 രൂപ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ 30 രൂപ കൊടുത്തിട്ട് പോയത്, കാരണം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങനെ ആ ബസ്സല്ല വാൻ പോലെ, ടെമ്പോ ട്രാവലർ പോലത്തെ അങ്ങനത്തെയിലാണ് പോയത്. താഴെ തന്നെ പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റി. അതിനൊന്നും ടൈം ഉണ്ടായിട്ടില്ല. കുട്ടികളെ പിന്നെ പാർക്കിൽ വിട്ടാൽ പിന്നെ തിരിച്ച് കിട്ടില്ല, നമ്മൾക്ക് അത്രയും കളിക്കും അവർ. അതുകൊണ്ട് താഴെ പോയിട്ടില്ല. ഇവിടുന്ന് തന്നെ നല്ല എൻജോയ് ചെയ്ത് ടൈം സ്പെൻഡ് ആക്കി ആദ്യം.
ടൈമായി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തനി നാടൻ ഫുഡ് കിട്ടും എന്ന് പറഞ്ഞ സ്ഥലം ഡ്രൈവർ പറഞ്ഞിട്ട് ഡ്രൈവർ രാകേഷ് ചേട്ടനാണ്, അടിപൊളി ഡ്രൈവറാണ്. റിംഗ് ക്യാബായിരുന്നു നമുക്ക് വണ്ടി എടുത്തത്, റിംഗ് ക്യാബ് ട്രാവൽസ്. അപ്പോൾ അവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് പൂക്കോട്ട് ലേക്കാണ്. പൂക്കോട്ട് ലേക്കിൽ ഭയങ്കര റഷായിരുന്നു. പൂക്കോട്ട് ലേക്കിൽ എൻട്രി ചെയ്യാനൊരു ടിക്കറ്റ്, പിന്നെ ഇതിനകത്ത് ബോട്ടിങ്ങിന് വേറെ ടിക്കറ്റ്. ബോട്ടിങ്ങിന് എത്രയാണ്, 150 200 അങ്ങനെ എന്തോ ആണ് ഒരാൾക്ക് വരുന്നത്. ബാനാസുര ഡാമിൽ നല്ല ബോട്ടിംഗ് ഉണ്ടായിരുന്നു, സ്പീഡ് ബോട്ട്. അത് സൂപ്പറായിരുന്നു, അത് മിസ്സായി. അത് പോകണമെന്നാണ് വിചാരിച്ചത്. അതിനത്ര 1000 റുപ്പീസ് 8 പേര് അങ്ങനെ എന്തോ ആണ്. ഇതിനെന്ന് പറയുന്നത് പെഡൽ ബോട്ടിൽ 4 ആൾക്കാർ, അതിന് 800 700 അങ്ങനെയാണ് പ്രൈസ് വാങ്ങിയത്. പിന്നെ അതുപോലെ വേറെയും ബോട്ടിങ് ഉണ്ട്, പക്ഷേങ്കിൽ അതിനൊക്കെ വെയിറ്റ് ചെയ്യണം, കുറേ ടൈം എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ പെഡൽ ബോട്ടിങ്ങിൽ പോയി. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്തു. വൈൽഡ്നെസ് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. ട്രിപ്പ് വാലി ത്രൂ ആണ് ബുക്ക് ചെയ്തത്. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്തേ അവരെ. അപ്പോൾ ട്രിപ്പ് വാലി നിന്ന് ബുക്ക് ചെയ്തതാണ് വൈൽഡ്നെസ് റിസോർട്ട്. ബട്ട് റിസോർട്ട് നല്ല അടിപൊളിയായിരുന്നു. പൈസക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, അത്രയും കോസ്റ്റൊന്നുമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വരുന്നത്. അപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് വൈൽഡ്നെസ് റിസോർട്ട്. കോട്ടേജും പിന്നെ സിൽവർ കോട്ടേജ്, പിന്നെ എന്ന് വെച്ചാൽ എ ഫ്രെയിം വില്ലയുണ്ട്, അതിൽ തന്നെ 2 റൂമുണ്ട്. കോട്ടേജും നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്. 4 സിൽവർ കോട്ടേജും പിന്നെ ഒരു നോർമൽ റൂമും അങ്ങനെയാണ് പ്രോപ്പർട്ടിയിലുള്ളത്. നല്ല നേച്ചർ ഫ്രണ്ട്ലിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആയിട്ട് പിന്നെ ഒരു പൂളും കൂടിയുണ്ട്. ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയൊരു റിസോർട്ടാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് വൈൽഡ്നെസ് റിസോർട്ട്. ഇപ്പോൾ പോകുന്നതാണ് എ ഫ്രെയിം വില്ല. എ ഫ്രെയിം വില്ലയിലാണ് ഞാൻ എടുത്തത്. എ ഫ്രെയിം വില്ലയിൽ മേലെയും താഴെയായിട്ട് 2 റൂമാണ്, ഒരു കോമൺ ബാത്റൂമും. എ ഫ്രെയിം വില്ല ഒരു ക്യാബിൻ പോലെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മേലെ AC ഉണ്ട്. പോകാൻ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. സ്വിമ്മിംഗ് പൂൾ നോക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് പൂൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും റെഡിയായി പൂൾ ഡ്രസ്സൊക്കെ. അപ്പോൾ ചെറിയ മഴച്ചാറലുണ്ട്. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പൂളിലേക്ക് വരാമെന്ന് വിചാരിച്ച്. മിലാനും റൂഹിയും കോട്ടേജിൻ്റെ അകത്തുനിന്ന് സിൽവർ കോട്ടേജിൻ്റെ അകത്തുനിന്ന് കളിക്കുന്നതാണിത്. അവർ നല്ല ഹാപ്പിയാണ്. അവർ നോക്കും, അവരുടേതായ ലോകത്തിലാണുള്ളത്. ഒന്നും പറയണ്ട, ചെറിയ പിള്ളേർക്കും ഇതേപോലെ തന്നെ അവസ്ഥ, നമ്മളെ വലിയ ആൾക്കാരെ പോലെ തന്നെ. Found the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. These days I don't worry about much. I think we should have some more fun. I still dream about the days when we were young.
I'll take a hit and still finish in one, yeah, yeah. Oh, 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 oh. Memory lane isn't that too far away from our hearts, yeah, yeah. The ones we keep close, we should never let go. So tell me who you love, baby. Take a moment to unwind, fix yourself and realign yourself with the world, baby. Breathe slow, baby, yeah. We should breathe slow, we should breathe slow, we should breathe slow. We should breathe slow, we should breathe slow, we should breathe slow. We should breathe slow, we should breathe slow, we should breathe slow. We should breathe slow, breathe slow. അപ്പോൾ ഇറ്റ്സ് എ ഫുൾ ടൈം. ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നതായിരുന്നു. മിലാൻ ആരടുത്തും പോകാത്തതുകൊണ്ട് ഞാൻ പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇവരെല്ലാം നല്ല വൃത്തിക്ക് നല്ലോണം പൂളിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഷൗരിയ മിറായൊക്കെ ഭയങ്കര സെറ്റായിരുന്നു. പൂളിൽ വിറക്കുന്നുണ്ടായിരുന്നു. മിറായ്ക്കൊക്കെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ എന്നാലും കയറുന്നില്ല. പൂളിൻ്റെ അകത്ത് തന്നെ കളിക്കണം എന്നായിരുന്നു. റൂഹി പിന്നെ അങ്ങനെ കളിച്ചിട്ടില്ല. ആദ്യം ഇറക്കിയപ്പം ചെറുതായിട്ട് കയറ്റുന്നു. പിന്നെ അതുകൊണ്ട് റൂഹി ഇറങ്ങിയിട്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മിലാനിനെ കൂട്ടിട്ട് മിലാൻ കുറച്ചൊന്ന് സെറ്റായി. പിന്നെ Days I don't worry about much. I think we should have some more fun. I still dream about the days when we were young. I'll take a hit and still finish in one, yeah, yeah. Oh, 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 oh. Memory lane isn't that too far away from our hearts, yeah, yeah. The ones we keep close, we should never let go. So tell me who you love, baby. Take a moment to unwind, fix yourself and realign yourself. അങ്ങനെ ഫുൾ ടൈം ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫ്രഷായി പോയിട്ട് ഓരോരുത്തരും ഫ്രഷായി വന്ന് ഡിന്നർ കഴിക്കാൻ റെഡിയായി. ഡിന്നറിൻ്റെ റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി സെറ്റായിരുന്നു. നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മീൻസ് ഒരുപാട് ഇഷ്ടമായി. നമ്മളെ ഈ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല ഫുഡാണൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഉച്ചയ്ക്ക് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ മെനു ഏതാണെന്ന്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുത്തന്നെ അവർ പ്രിപ്പയർ ചെയ്തായിരുന്നു നൈറ്റ്. അപ്പോൾ ഫുഡും നല്ല സൂപ്പറായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു പറഞ്ഞത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ എന്നിട്ട് രാത്രി നമ്മളൊരു 10 മണി വരെ ഡാൻസ് ആയിരുന്നു. അവർ സോങ് DJ ഇത് വെച്ചരാന്ന് പറഞ്ഞ് അങ്ങനെ ഡാൻസ് ആയിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ വേണമെന്നില്ല എന്ന് പറഞ്ഞ് ചൂടാന്ന്, കാരണം അതുകൊണ്ട് ആരും അങ്ങനെ ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ക്യാമ്പ് ഫയർ ഉണ്ടായിട്ടില്ല. ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു. നൈറ്റൊക്കെ റിസോർട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു.